കുടുംബശ്രീ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ വഹിക്കുന്ന പങ്കിനെക്കുറിച്ച് പഠിക്കുന്നതിന് സംസ്ഥാനത്തെത്തിയ ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള മന്ത്രിയും സംഘവും വയനാട്ടിൽ സന്ദർശനം നടത്തി. കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് സംഘം വിലയിരുത്തി. മന്ത്രി അനിൽ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള 10-അംഗ സംഘമാണ് വയനാട്ടിലെത്തിയത്. കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് വയനാട്ടിലെത്തിയ ഹിമാചൽ സംഘം വിവിധ പഞ്ചായത്തുകളിലെ പദ്ധതികൾ നേരിട്ട് സന്ദർശിച്ചു. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കുടുംബശ്രീയും ചേർന്ന് നടപ്പാക്കിയ പദ്ധതികൾ സംഘം വിലയിരുത്തി. കുടുംബശ്രീയുടെ കേരളത്തിലെ മാതൃക പൂർണ്ണമായും ഹിമാചലിൽ പകർത്താൻ സാധിക്കില്ലെന്നും മന്ത്രി അനിൽ ശർമ്മ പറഞ്ഞു. കേരളത്തിലെ കുടുംബശ്രീയിലെ ജനങ്ങളുടെ പങ്കാളിത്തമാണ് അതിന്റെ ഏറ്റവും വലിയ നേട്ടമെന്നും മന്ത്രി പറഞ്ഞു. Positive point is, you can say, the involvement of people. Here the involvement of people with this project, they are coming out involvement with the government and to improve the infrastructure in the Kerala. It's coming out, and it's better that people are coming out, especially women and weaker section. കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളിൽ ഹിമാചൽ പ്രദേശിലെ സാഹചര്യങ്ങൾക്ക് യോജിച്ചവ മാത്രമാണ് നടപ്പാക്കുകയെന്നും മന്ത്രി പറഞ്ഞു. വയനാട്ടിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ മന്ത്രിസഭയുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ അവതരിപ്പിക്കും. തുടർന്ന് നടക്കുന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ ഘടകങ്ങൾ സ്വീകരിക്കണമെന്ന് തീരുമാനമെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. മനോരമ ന്യൂസ്, വയനാട്.